CHR വിഷയത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കണ്ട് ജില്ലയിലെ വ്യാപാരി കർഷക സംഘടനാ നേതാക്കൾ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു CHR വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള സന്ദർശനം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട വ്യാപാര കർഷക സംഘടനാ ഭാരവാഹികൾ തയ്യാറാക്കിയ നിവേദനം MP കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് കൈമാറി. ഇടുക്കി ജില്ലയിലെ ഇങ്ങനെയുള്ള പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിവിധ സംഘടനകൾ കൂട്ടായി രൂപീകരിച്ചിട്ടുള്ള ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ആ ഹെഡിലുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് MP എന്നുള്ള നിലയിൽ ഞാൻ നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ കൂടിക്കാണുകയുണ്ടായി. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് CHR കാടമം ഹിൽ റിസർവ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏലമല കാടുകളാണ്. ജില്ലയിലെ നല്ലൊരു ശതമാനം വരുന്ന ഏലം മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയെ നേടിയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഒരു കപട പരിസ്ഥിതി സംഘടനയായിട്ടുള്ള വൺ എർത്ത് വൺ ലൈഫ് നൽകിയിട്ടുള്ള റിട്ട് പെറ്റീഷന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറത്തുവരികയുണ്ടായി. ആ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CHR മേഖലയിൽ പട്ടയ നടപടികൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും സുപ്രീം കോടതി ഇന്ന് തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിലൂടെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത, കാലങ്ങളായി ഈ പ്രശ്നം പൊതുചർച്ചയിലുള്ളതാണ്. അതിനൊടുവിൽ 2009 പരമോന്നത സുപ്രീം കോടതി തന്നെയാണ് CHR മേഖലയിൽ പട്ടയ നടപടികൾ എല്ലാ തരത്തിലും അനുവദനീയമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഏതാണ്ട് 20,000-ഓളം ഹെക്ടർ ഭൂമി, ഏതാണ്ട് 55,000-ലധികം വരുന്ന ഏക്കർ ഭൂമിയിൽ പട്ടയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത്. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഭാഗമാവുകയും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച്, സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് കൂടിയാണ് CHR മേഖലയിൽ പട്ടയ നടപടികൾ പൂർണ്ണ തോതിലായത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ പട്ടയം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പറയപ്പെടുന്ന കപട പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പട്ടയ നടപടികൾ നിരോധിച്ചിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെയധികം അലംഭാവം സംസ്ഥാന ഗവൺമെന്റിന് സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിഭാഷകൻ 2009 സുപ്രീം കോടതിയിൽ നിന്നും തന്നെ ലഭിച്ചതായ അനുകൂല ഉത്തരവ് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഈ പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെടുമായിരുന്നില്ല. ഇപ്പോൾ പട്ടയ നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിധി പുനഃപരിശോധിക്കേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MP എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ഈ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും സമയം കഴിഞ്ഞത് കൊണ്ട് ഒന്ന് പരിഗണിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അറിയുന്നത് ജനുവരി മാസം 2-ാം തീയതി കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്.